ഇന്ത്യയിലെ പൊതുവായ തൊഴിൽ മേഖലയുടെയും അല്ലെങ്കിൽ തൊഴിലാളി അവകാശങ്ങളുടെയും ഡിസ്കഷൻ പരിസരത്ത് എവിടെയും എത്താത്ത ഒരു വിഭാഗം ആൾക്കാരാണ് ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. അതിൽ തന്നെ ഈ പറയുന്ന ഇൻവിസിബിൾ തൊഴിലാളികൾ, പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാത്ത ഇൻവിസിബിൾ തൊഴിലാളികൾ, ഇവർക്ക് പല ഗണങ്ങളുണ്ട്. അതിൽ തന്നെ ഈ പറയുന്ന ആപ്പ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ അവകാശങ്ങൾ, അവരുടെ തൊഴിൽ സുരക്ഷ പോലെയുള്ള സംഗതികൾ എവിടെയും മുഖ്യധാരയിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ തൊഴിൽ കോഡുകൾ കൊണ്ടുവരുന്നുണ്ട്. 27 ചുരുക്കി ഇപ്പം 4 ആക്കിയിട്ടുണ്ട്. ആ ബില്ല് വലിയതുള്ള വിമർശനങ്ങൾക്ക് കാരണമായ സംഗതികൾ അതിനകത്തുള്ളപ്പോൾ തന്നെ ഈ ഗിഗ് വർക്കേഴ്സിനെ തൊഴിലവകാശത്തിൻ്റെ പരിധിയിൽപ്പെടുത്താൻ അതിൽ തീരുമാനിച്ചിട്ടുണ്ട്. അത് വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് മാത്രമല്ല, അവരുടെ തൊഴിൽ സുരക്ഷ, അവരുടെ PF, അവരുടെ ASI പോലുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു മേജർ സ്റ്റെപ്പാണ്, തർക്കമില്ലാത്ത കാര്യം. കാരണം ഇന്ത്യയിലെ അടുത്ത ഒരു 2030 എത്തുമ്പോൾ ഈ ഗിഗ് വർക്കേഴ്സിൻ്റെ എണ്ണം ഒരു 2.5 കോടിയിലെങ്കിലും എത്തുമെന്നാണ് സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ, വിവിധ ഏജൻസികളുടെ പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഒരു വലിയ വിഭാഗമായിട്ട് അവർ മാറും. അപ്പോൾ തൊഴിൽ സുരക്ഷ ഇല്ലാത്തവരായിട്ടല്ല അവർ ഇന്ത്യയിൽ നിൽക്കേണ്ടത്, മറിച്ച് അവർക്ക് തൊഴിൽ സുരക്ഷ അവർ പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയായിട്ട് പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോഴാണ് ഈ 10 മിനിറ്റിനകത്ത് ഒഴിവാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നത്. അത് പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ഈ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഉപഭോക്താവിന് മുമ്പിലേക്ക് വെക്കുന്ന ഒരു പുതിയ ആശയമാണ്. 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഡെലിവറി. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇത് വൈകിപ്പോവുക. വൈകുമ്പോഴാണ് ഓർഡർ ക്യാൻസൽ ചെയ്യുക, റേറ്റിംഗ് കുറച്ച് കൊടുക്കുക പോലുള്ള പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തെന്ന് ചോദിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ഡെലിവറി തരാമെന്ന് പറയുമ്പോൾ ആ 10 മിനിറ്റ് ഡെലിവറി മീറ്റ് ചെയ്യാൻ ഇവർ വല്ലാതെ പ്രയാസപ്പെടും. ഒന്ന്, ഇവർക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും, ഇവർ അതിവേഗത്തിൽ പോകും, അത് അപകടം ഉണ്ടാക്കും. അപ്പോൾ എന്താ വെച്ചാൽ എത്തിയിട്ടില്ലെങ്കിൽ ഇവരുടെ റേറ്റിംഗ് കുറയും, അത് അവരുടെ ഓർഡറിനെ കുറയ്ക്കും, അത് വരുമാനത്തെ കുറയ്ക്കും, എല്ലാ അർത്ഥത്തിലും അവരുടെ തൊഴിലിനെ ബാധിക്കും. ഇവരുണ്ടാക്കുന്ന പൈസ എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ഓർഡറിന് പരമാവധി പോയാൽ 15 രൂപ മുതൽ 40 രൂപയാണ് കിട്ടുക. അതൊരു ദിവസം 10, 12, 13 മണിക്കൂറൊക്കെ അതിനുവേണ്ടി ഓടുന്ന മനുഷ്യന്മാരുണ്ട്. ഓടി കിട്ടണം. അതിൽ പലതും ഓർഡർ ക്യാൻസൽ ആവുകയോ പൈസ പോവുകയോ റേറ്റിംഗ് കുറയുകയോ ഒക്കെ ചെയ്യാം. അതിൻ്റെ കൂടെ ഇവർക്ക് വണ്ടി വേണം, വണ്ടിയുടെ മെയിൻ്റനൻസ് വേണം, പിന്നെ വണ്ടിക്ക് ഏറ്റവും കുറഞ്ഞ 10-300 രൂപയ്ക്ക് എണ്ണ അടിക്കണം, മൊബൈൽ ഫോൺ വേണം, അത് റീചാർജ് ചെയ്യണം. എങ്ങനെ പോയാലും ഒരു 20,000 രൂപയിൽ കൂടുതലൊന്നും ഓടുന്ന ആരും ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നില്ല. 15,000 അല്ലെങ്കിൽ 20,000 രൂപ അങ്ങനെ കണക്ക് കൂട്ടി നോക്കിയാൽ ഇവർക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു ദിവസം രാവിലെ ഇറങ്ങി വൈകുന്നേരം വരെ ഓടി മാക്സിമം പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ലക്ഷക്കണക്കിന് നഗര തൊഴിലാളികൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെല്ലാം തീരുമാനിക്കുന്നത് ആപ്പ് തന്നെയാണ്, മനുഷ്യനല്ല തീരുമാനിക്കുന്നത്. ഇന്ന് ആപ്പ് എത്ര ഇൻസെൻറ്റീവ് കൊടുക്കണം, എത്ര പുതിയ ഓർഡറിനനുസരിച്ച് എന്തുമാത്രം മാർക്ക് കൊടുക്കണം, അയാളുടെ അൽഗോരിതമാണ് ഫിക്സ് ചെയ്യുന്നതെല്ലാം. അയാളെ എങ്ങനെ കുറയ്ക്കണം, ഇയാൾ എത്രയും റേറ്റിംഗ് തീരുമാനിക്കുന്നത് എല്ലാം അൽഗോരിതമാണ്. അതുകൊണ്ട് ദയാരഹിതമാണ് അതിൻ്റെ ഏർപ്പാടുകളെല്ലാം. മനുഷ്യന്മാർ ഒരു നിലയ്ക്കും അയാൾ പാവം എന്ന മട്ടില്ല. നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടോ, നിങ്ങൾ വൈകിപ്പോയാൽ നിങ്ങളുടെ ഓർഡർ ക്യാൻസലാവുമ്പോൾ നിങ്ങളുടെ റേറ്റിംഗ് കുറയുമ്പോൾ നിങ്ങൾക്ക് ഓർഡർ കുറയുമ്പോൾ നിങ്ങളുടെ വരുമാനം കുറയും. അപ്പോൾ അതുകൊണ്ട് ഈ ആപ്പിനെ തൃപ്തിപ്പെടുത്താനുള്ള മനുഷ്യൻ്റെ പ്രയത്നം, ഓട്ടം, അതിനിടയിലുള്ള അപകടങ്ങൾ, അല്ലെങ്കിൽ ഉപഭോക്താവിൽ നേരിടുന്ന മോശം അനുഭവങ്ങൾ, ഇതെല്ലാം അവർ നേരിടുന്ന പ്രശ്നമായിരിക്കെ അതിനെ ഭരണകൂടം ശരിയാവണ്ണം സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്ന പ്രശ്നം അവിടെയുണ്ട്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അഡ്രസ്സ് ചെയ്യുകയും 10 മിനിറ്റ് പ്രശ്നം പരിഹരിക്കാനുള്ള തീരുമാനം ഒരു സ്റ്റെപ്പാണ്. അത് വലിയവരെല്ലാം സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കമ്പനികൾ പരമാവധി ചൂഷണം ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. കാരണം ഇവരുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഏതെങ്കിലും നിലയ്ക്കുള്ള തൊഴിൽ നിയമങ്ങളുടെ സുരക്ഷാപരമായിട്ടുള്ള പിന്തുണയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര ആകർഷകമായ പരസ്യമൊക്കെയാണ് കൊടുക്കുക. നിങ്ങളുടെ തൊഴിൽ സമയം നിങ്ങൾക്ക് നിശ്ചയിക്കാം, നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് നിശ്ചയിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ 6 മണിക്കൂർ ഓടാം, 10 മണിക്കൂർ ഓടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഒരു ബൈക്കും ഒരു മൊബൈൽ ഫോണും മാത്രം ഉണ്ടെങ്കിൽ എന്നാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖല എന്നൊക്കെ തോന്നുമെങ്കിലും നമ്മുടെ ഇഷ്ടമൊന്നുമല്ല, ആപ്പിൻ്റെ ഇഷ്ടവും ആപ്പിൻ്റെ അൽഗോരിതത്തിൻ്റെ ഇഷ്ടമാണ് അതിൽ പ്രവർത്തിക്കുക. അത് ആ നിലയ്ക്കുള്ള വലിയ വരുമാനം ഉണ്ടാക്കുന്നില്ല മാത്രമല്ല, ന്യായമായ വരുമാനത്തിന് വേണ്ടി മനുഷ്യനും വല്ലാതെ കിടന്ന് ഓടുകയും ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ വികസിച്ചു വരുന്ന ഒരു നഗര തൊഴിൽ മേഖലയാണ് ആ മേഖല. അതിനെ അഡ്രസ്സ് ചെയ്യുക, അതിലെ ആളുകൾക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക, ന്യായമായ തൊഴിൽ അവകാശങ്ങൾ അവർക്ക് ഉറപ്പാക്കുക എന്ന് പറയുന്ന പ്രശ്നമുണ്ട് എല്ലാത്തിനും. ഇപ്പോൾ ഈ ആപ്പിനും അൽഗോരിതത്തിനും ഇവരോട് ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് തൊഴിലവകാശമൊന്നുമില്ല. തൊഴിലവകാശമുള്ള മനുഷ്യന് ഇത്ര മണിക്കൂറേ പണിയെടുക്കാൻ പറ്റുള്ളൂ. ഇത്ര മണിക്കൂർ പണിയെടുക്കുന്നവർക്ക് ഇത്ര ന്യായമായ ശമ്പളം കിട്ടിയിരിക്കണം, അവർക്ക് PF ഉണ്ടായിരിക്കണം, ESI ഉണ്ടായിരിക്കണം, അവർക്ക് ലീവ് ഉണ്ടായിരിക്കണം പോലെയുള്ളത് തൊഴിലവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇതെന്ന് വെച്ചാൽ തൊഴിലവകാശത്തിൻ്റെ ഒരു പരിധിയിലും വരാത്ത ഈ പറയുന്ന അസംഘടിത തൊഴിലാളി വർഗ്ഗം, ഇപ്പോൾ അവർ സംഘടിതരാണ്, പക്ഷേ അവർ ഗവൺമെൻറ് ഏതെങ്കിലും ലോ ഫ്രെയിമിനകത്ത് വന്നിട്ടില്ലാത്തവരാണ്. അതിൻ്റെ ചൂഷണം ഭീകരമാം വിധം ഇന്ത്യയിലെ കമ്പനികൾ നടത്തുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ എക്സാമ്പിളാണ് ഈ 10 മിനിറ്റ് ഡെലിവറി എന്ന് പറയുന്നത്. അതിൽ പിടിക്കാൻ ഗവൺമെൻറ് തീരുമാനിക്കുന്ന നല്ല കാര്യമാണ്. അതിനകത്ത് തൊഴിൽ സുരക്ഷ കൊണ്ടുവരാൻ തീരുമാനിക്കുന്ന നല്ല കാര്യമാണ്. പക്ഷേ എന്തുമാത്രം കഴിയും ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഇത്തരം വൻകിട കോർപ്പറേറ്റുകളുമായിട്ട് ഒരു വളരെ കണിശമായ സമീപനം സ്വീകരിക്കാനുള്ള ക്വസ്റ്റ്യനൊക്കെ അവിടെയുണ്ട്. പക്ഷേ ഇതിനെ ഞാൻ ശുഭകരമായിട്ട് തന്നെയാണ് കാണുന്നത്. കൂടുതൽ തൊഴിൽ സുരക്ഷയുടെ പരിധിയിലേക്ക് ഇപ്പോൾ പുതിയ ലേബർ ലോ പ്രകാരം അവർ വരട്ടെ. അത് അവരെയും കൂടി അംഗീകരിക്കുന്ന ഒരു പൊതുധാരയായിട്ട് നമ്മുടെ തൊഴിൽ മേഖല മാറട്ടെ എന്ന് ഞാൻ പറയാം.